അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വേസ്റ്റ് കമ്പോസ്റ്ററിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് പഞ്ചായത്ത് വക കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ജിബിൻ കമ്പോസ്റ്ററാണിത്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഇപ്പോൾ നല്ല കമ്പോസ്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല കറുത്ത കളറിൽ നല്ലൊരു വളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നേ ദിവസത്തെ വേസ്റ്റാണിത്. അതിന് മുമ്പുള്ള വേസ്റ്റൊക്കെ ഞാൻ ഒരു ബക്കറ്റിലാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഞാൻ ഇടാറില്ല കേട്ടോ. ഒരു 3-4 ദിവസത്തും അല്ലെങ്കിൽ ബക്കറ്റ് നിറയാറാകുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ പിന്നെ കുറച്ച് ചക്കമടലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു മണ്ണിൻ്റെ ഒരു കമ്പോസ്റ്ററിലാണ് വേസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതിലും കുഴപ്പമില്ല, അതിലും വേസ്റ്റൊക്കെ നല്ല കമ്പോസ്റ്ററായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും നിറഞ്ഞു, അതും തികയുന്നില്ല. അപ്പോൾ ഇത് പഞ്ചായത്ത് കൊടുത്തപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മിറ്റുമല്ല വേസ്റ്റ് ഇടാൻ. ഇതിപ്പോൾ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കണം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇത് വർക്ക് ഏരിയയിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു കമ്പോസ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ തട്ടായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കമ്പോസ്റ്റായത് വേറെ ഇറക്കി വച്ചേക്കാണ് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിൽ. അപ്പോൾ നമ്മൾ വേസ്റ്റിനൊപ്പം ഇട്ട് കൊടുക്കുന്ന ഒരു അസംസ്കൃത സാധനമാണിത്. ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാനാണ്. ഇവിടെ ചകിരിച്ചോറാണ്, അതിലെന്തൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് തരണത്. അപ്പോൾ അതങ്ങനെ നമ്മളങ്ങനെ വേസ്റ്റിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഓറഞ്ച് അടുപ്പുള്ളതിലാണ് ഞാനിപ്പോൾ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പിട്ട വേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല, അടുത്ത വേസ്റ്റ് ഇടുന്ന സമയത്താണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ മുട്ടയുടെ തൊണ്ടൊക്കെ നന്നായിട്ട് പൊടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് കൊടുത്താലാണ് മുട്ടയുടെ തൊണ്ടൊക്കെ നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഈ ട്രേയുടെ ചുറ്റും നല്ല വിയർപ്പ് വെള്ളം ഉണ്ടാവും, അതൊക്കെ നമ്മളെടുത്ത് മാറ്റണം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഒന്ന് എയറൊക്കെ പോയി അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ തനിയെ ഊർന്ന് അടിക്കൊണ്ട് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ അവർ ഇതിൽ ഇറച്ചി മീനൊക്കെ ഇടാമെന്ന് പറഞ്ഞ്, പക്ഷേ ഫസ്റ്റ് ഇത് കിട്ടിയപ്പോൾ തന്നെ അതിന് ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് ഇട്ടു. പക്ഷെ അവർ പറഞ്ഞ അത്ര നിലവാരം ഉണ്ടായില്ല. അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് എയർ ഹോളുണ്ട്. അതിൽ കൂടെയൊക്കെ മീനിൻ്റെയും ഇറച്ചിയുടെയൊക്കെ സ്മെല്ല് വന്ന് ഇപ്പോൾ വർക്ക് ഏരിയയിലിരിക്കുന്ന തന്നെ നമ്മുടെ അകത്തോട്ടൊക്കെ മണം വരണം. പിന്നെ അതിൽ നിറച്ച് പുഴുവൊക്കെ വന്ന് പുഴുവൊക്കെ ഏതിലാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ടൊക്കെ ചാടി ആകെ നല്ല ബുദ്ധിമുട്ട്. എപ്പോഴും പുഴുവിനെടുത്ത് കളയാനേ നേരം ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് 3 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതിൽ വെജിറ്റബിൾ മാത്രമേ ഇടാറുള്ളൂ, ഇറച്ചി മീനൊന്നും ഇടാറില്ല. അപ്പോൾ ഇതിൽ വെള്ളം പോലത്തെ ഒന്നും ഒഴിക്കരുത്. നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പച്ചക്കറി മാത്രമേ ഇടണുള്ളൂ, പിന്നെ മുട്ടയുടെ തൊണ്ട് അങ്ങനെയൊക്കെ ഇടണുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലാണ് അതിലെ വെള്ളമൊക്കെ ഊർന്ന് പോകുള്ളൂ. അപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 3-4 ദിവസം കൂടിയിട്ടുള്ള വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിറഞ്ഞാലും നമ്മൾ അടുത്ത വേസ്റ്റ് ഇടാറാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ അവർ തന്ന പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ച് പൊടി ഇട്ടാൽ മതി, മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ചധികം പൊടി ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് നല്ല സക്സസ്സായി കിട്ടിയത് ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് ഒഴിവാക്കിയതിനാണ് പിന്നെയാണ് കേട്ടോ. അതിൽ പിന്നെ ഇതിൽ പുഴുവും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അവർ പറഞ്ഞ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നല്ല വളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വളത്തിനൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മളിട്ട വേസ്റ്റിൻ്റെ ഒന്ന് അറിയാനേ പറ്റില്ല. അപ്പോൾ ഞാനിതിപ്പോൾ വേസ്റ്റ് അധികം ഉള്ളതുകൊണ്ട് ആ വേസ്റ്റ് ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചക്കമടലൊക്കെ ഇടാണ്.
എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടും കുറച്ച് പൊടി ഇടാണ് കേട്ടോ. ഇത് നമ്മൾ അടുത്ത വേസ്റ്റ് ഇടാറാകുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ട്രേ ഉണ്ടാവും, സൈഡിൽ കാണുന്ന ട്രേയിലൊക്കെ വെള്ളം തങ്ങിക്കും. അപ്പം നമ്മളത് ഒന്ന് നിറയുമ്പോൾ എടുത്തുകൊണ്ടേക്ക് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ വളമായ ബിന്നൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് വേറെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ബിൻ വയ്ക്കും, പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ബിൻ വയ്ക്കും. അപ്പം നമുക്ക് വളമൊക്കെ പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മൂന്നും ഓരോന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കണം. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ വേറെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ആ ട്രേയിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് കൊണ്ടുവന്ന് വീണ്ടും ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ബിന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്നതാണ് കേട്ടോ ആ ഓറഞ്ച് കളറിലുള്ള മൂടി. ഇനി അപ്പോൾ ഇത് കാലിയായിട്ടിരിക്കുകയാണ്, ഇതിൽ നിന്നൊക്കെ ഒരു പ്രാവശ്യം എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മളിത് നിറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ തട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ട്രേ കണ്ട, ആ ട്രേ അതിൻ്റെ അടിയിൽ അതേപോലെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും, ആ പച്ച കളറിട്ടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ തന്ന ആ പൊടി ഇട്ട് കൊടുക്കും. ആ പൊടി ഇട്ട് കൊടുത്തിട്ടാണ് രണ്ടാമത്തെ ബിന്നിങ്ങനെ വെച്ച് കൊടുക്കണത്. അപ്പോൾ ഞാൻ വേറെ ഓരോന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വേറെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ, എടുക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ അകത്ത് ചെറിയൊരു ബിന്നുണ്ടാവും, പിന്നെ അതിന് പുറത്ത് വലിയൊരു ബിന്നുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു നെറ്റ്, കുറേ ഹോൾസൊക്കെ ഉള്ളൊരു നെറ്റ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഓറഞ്ച് മൂടി വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് ഇടാനും സ്ഥലമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബയോഗ്യാസ് പ്ലാന്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്യാസും കിട്ടും, വളവും കിട്ടും, നമുക്ക് എല്ലാ വേസ്റ്റും ഇടാം. കന്നിയുടെ വെള്ളമൊക്കെ ഒഴിക്കാട്ട് ഇറച്ചിയുടെ മീനിൻ്റെയൊക്കെ വെള്ളം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല, അത് വർക്കിംഗ് ആവാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇത് വേസ്റ്റെല്ലാം ഇട്ട് നന്നായിട്ട് വളമായിട്ട് വന്നിട്ടുള്ള പിന്നാണിത്. അപ്പോൾ ഞാനിത് എടുക്കാനുള്ള എളുപ്പത്തിന് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. മുട്ടയുടെ തൊണ്ട് നന്നായിട്ട് പൊടിച്ചിടണം, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, മുട്ടയുടെ തൊണ്ട് അങ്ങനെ തന്നെ ഇടും. അപ്പോൾ മുട്ടയുടെ തൊണ്ടൊക്കെ ഇതേപോലെ വളമായി കിട്ടാനൊക്കെ നല്ല പാടാണ്. ഒരു സ്മെല്ലും ഇല്ല ഈ വളത്തിന്. ശരിക്കും നമ്മുടെ ഒരു കൂവച്ചെടിയില്ലേ, അതിൻ്റെയൊക്കെ വേരിൻ്റെ ഒരു മണമാണ് നമ്മുടെ ഈ വേസ്റ്റ് വളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 3-4 പ്രാവശ്യം എടുത്തിട്ടോ ഇത് വളമായ. പിന്നെ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു കുടത്തിൽ ഇതേപോലെ വേസ്റ്റ് ഇട്ട് വളമാക്കി എടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇത് പഞ്ചായത്ത് വഴി കിട്ടിയാൽ പൈസ കുറവ് പറഞ്ഞിട്ടോ. ജിബിൻ കമ്പോസ്റ്റർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന ട്രേ ആണ് കേട്ടോ ഇത്. ആ ട്രേ വെച്ചാലാണ് ഈ ഓറഞ്ച് മൂടി ഇതുകൊണ്ട് അടക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ ബിന്ന് വയ്ക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ആ പച്ച ട്രേ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. പച്ച ട്രേയിൽ പൊടി ഇട്ടിട്ട് വച്ച് കൊടുക്കണം, അങ്ങനെയാണ് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ മണ്ണിൻ്റെ വേസ്റ്റ് ബിന്ന്. അപ്പോൾ ഇതിൽ ഒരുപാട് നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പൊടികളൊന്നും ഇടാറില്ല. ഇതിൽ ശരിക്കും വേസ്റ്റ് ഇട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണിടണമെന്നൊക്കെയാണ് പറയണത്.
അപ്പോൾ മണ്ണൊന്നും ഇടാനില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം നന്നായിട്ട് വളമായിട്ട് നല്ല അതേപോലെ തന്നെ കറുത്ത വളമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനങ്ങനെ ഇളക്കി കൊടുക്കലൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് വയ്ക്കലാണ്. എന്നാലും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട്, ഇതിലും ഇടും. അത് 3 നിറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിൽ കൊണ്ടുവന്നിടും. അതാണ് നമുക്ക് വേസ്റ്റ് ഇടാൻ സ്ഥലവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വേസ്റ്റ് ബിൻ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പെയിൻ്റ് അടിച്ചാണ്, മോള് അതിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണ് ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് അലങ്കരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടിച്ച് വാരണ ഇലകളൊക്കെ അല്ലേ, ചെടിയുടെ ഇല, പൂവ്, അത് ഇതൊക്കെ ഇടണേ. അപ്പോൾ ഇത് വെറുതെ അതിലിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് നനച്ച് കൊടുക്കും. അപ്പോൾ അടിയിലുള്ള കരിയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് അവിഞ്ഞ് ഇങ്ങനെ നുറുങ്ങി പോന്നോളും. നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിത് എന്തെങ്കിലുമൊക്കെ എടുത്തിടാം കേട്ടോ. അപ്പോൾ അടിയിലത്തേക്ക് ഏകദേശം ഒന്ന് ദ്രവിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്നും ചെയ്യാറില്ല, ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കേട്ടോ ഞാൻ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.